ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗംഗണപതി നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധുർഭവതു മേ സദാ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം ഹര ഹര നമ പാർവതീപതേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാവരിഷ്ടം വാതാൽപജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീ ആഞ്ജനേയസ്വാമി കി ജയ്. കുജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാചാകം വന്ദേ വാൽമീകി ഗോകുലം. ഹരേ രാമ 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 ഹരേ ഹരേ. ഉത്തരാഖണ്ഡം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ 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 നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമപാദഭക്തി കൊണ്ട് ശുദ്ധാത്മാവായ ചാരിക പൈതലേ നീ ചൊല്ലടോ രാമായണം ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും. നല്ല സൽക്കഥയിതു കല്യാണപ്രദമല്ലോ. ഉത്തര രാമായണം വാൽമീകി മുനി പ്രോക്തം ഉത്തമോത്തമവിധം മുക്തി സാധനം പരം. ഉത്തര രാമായണം വാൽമീകി മുനി പ്രോക്തം ഉത്തമോത്തമിതം മുക്തി സാധനം പരം. മണ്ഡോദരി വിവാഹം മുതലാണ് ഇന്നത്തെ വായന. ശങ്കാരഹിതം ദശാനനിങ്ങനെ ലങ്കയിൽ വാഴുന്ന കാലമൊരു ദിനം ശീഘ്രം മൃഗയാ കുതൂഹല ചേതസാ വ്യാഘ്രാതിസേവിത ഘോരവനാന്തരെ പഞ്ചാസ്യ വിക്രമനാശു കാണായിതു സഞ്ചരിച്ചിടും മയനെ മാർഗാന്തരെ. തന്നെയാകിയ കന്യക തന്നോട് മുന്നതനാമയനെ കണ്ട് ചോദിച്ചാൽ ആരായതു ഭവാൻ എന്തൊന്നു ചിന്തിച്ചു. കോരാട് അടവി തലം തന്നിൽ നടക്കുന്നു എന്നതു കേട്ടു പറഞ്ഞാനസുരനു മിന്നുടെ നാമം മയനെന്നറിഞ്ഞാലും ഹേമ എന്നുടെ വല്ലഭയാം അവൾ ആമോദമാർന്നാരാലേ മേവിനാൾ. കന്യകയാം ഇവൾ എന്നുടെ പുത്രികേൾ വന്നിതോ യൗവനാരംഭം ഇവൾക്കിപ്പോൾ ആർക്ക് കൊടുക്കാവതെന്ന് നിരൂപിച്ചു. യോഗ്യ പുരുഷനെ തേടി നടക്കുന്നു ഞാൻ അറിഞ്ഞില്ല ഭവാനേ
ആരെന്നതു സാനന്ദമെന്നോട് ചൊല്ലുകയും വേണം. എങ്കിലോ കേൾക്ക ഞാൻ പൗലസ്ത്യനന്ദനൻ ലങ്കേശനാം ദശഗ്രീവൻ അറിഞ്ഞാലും കന്യക തന്നെ എനിക്കു നൽകിയണമെന്നാൽ ഭവാനും അതീവ സൗഖ്യം വരും. ആഭിജാത്യ ഗുണകളം കണ്ടെന്നോർത്തു ശോഭനമായ മൂർത്തി മയന്തത തുഷ്ടി കലർന്നു കൊടുത്താൻ അവനതി ദുഷ്ടനായുള്ളവനേതും അറിയാതെ. ശോഭനമായ മുഹൂർത്തി മയന്തത തുഷ്ടി കലർന്നു കൊടുത്താൻ അവനതി ദുഷ്ടനായുള്ളവനേതും അറിയാതെ. സ്ത്രീധനവും കൊടുത്താൽ വിശേഷിച്ചതി മോദാലൊരു വേലുമാശു നൽകിയടിനാൽ വൈരോചനാസുരദൗഹിത്രി തന്നെയും വീരനാം കുംഭകർണൻ വിവാഹം ചെയ്തു. ശൈലൂഷനാകിയ ഗന്ധർവപുത്രിയാം നീലവിലോചനയായ സരമയെ പാണിഗ്രഹണം ചെയ്തു വിഭീഷണൻ വന്നിടിനാർ സുഖത്തോടവർ മൂവരും. പിന്നെ വിദ്യുജിഹ്വാനാശു നൽകിയിടിനാൽ തന്നെ സോദരി തന്നെ ദശാസനും വന്നിതു രാക്ഷസ വംശസൗഖ്യം തുലോമെന്ന് മണ്ടോദരേ പെറ്റാളൊരു സുതം മേഘനാദം പോലെ രോദനം ചെയ്യുകയാൽ നിനാദനെന്നിട്ടതു നാമവും. പുത്രമിത്രാർത്ഥകളത്ര വൃദ്ധിയോടും തത്ര ലങ്കാനഗരിൽ വാണിയിടിനാ ദശവക്ത്രൻ ദിനം പ്രതി. വാനവരെ പീഡിപ്പിച്ചു മതിശടൻ പന്തിമുഖനുടെ ദുശ്ചരിതങ്ങൾ കേട്ടന്തർമനസ് ചിന്തിച്ചു ധനേശനും. നല്ലത് ചൊല്ലണമെന്നാവരും തനിക്കുള്ളവരോട് നല്ലതു നിർണയം എന്നു കൽപ്പിച്ചൊരു ദൂതനെ വിട്ടതു ചെന്നു നീ ചൊല്ലണം എന്നോടെ വാക്കുകൾ. അപ്രകാരങ്ങളെല്ലാം ദൂതനോടെ പേരും അപ്പോൾ പറഞ്ഞയച്ചിടിനാൽ ചെന്നു ലങ്കാപുരി പൊക്കിത് ദൂതനും വന്നു വിഭീഷണൻ സൽക്കരിച്ചിടിനാൽ. പിന്നെ ദശമുഖനെ ചെന്നു കണ്ടിതു ചൊന്നാൻ അവനുമിരിക്കുന്നു സാദരം. ആസനവും ആശു പൂജിച്ചളവാസീന ദൂതനപ്പോൾ പറഞ്ഞിടിനാൽ. രാക്ഷസരാജാ ജയ ജയ സന്തതം ദാക്ഷിണ്യശീല പ്രഭോ ഗുണവാരുതേ. അഗ്രജൻ തന്നെ സന്ദേശവാക്കുകൾ സദ്ഗുണരാശേച്ച വിതെന്നു കേട്ടാലും ഉഗ്രമാ ചെയ്തതവസ്യൻ ഫലങ്ങളു മൊക്കെ ക്ഷയിച്ചുപോം. ഭോഗങ്ങളാലിടും മുന്നം പലരും തപോബലം കൈകൊണ്ടു ദുർനയം പൂണ്ടു ലോകോപദ്രവം ചെയ്താർ. ചെന്നവരും നരകം ഭുജിച്ചിടിനാർ. ചെന്നിടുമോ ചിരകാലമായുസ്യടോ ദേഹധനാദികൾ നിത്യമെന്നോർക്കുന്ന ദേഹികൾ എത്രയും മൂടന്മാർ നിർണയം. യൗവനം കൊണ്ടു വരവലം കൊണ്ടും നീ സർവജനങ്ങളെ പീഡിപ്പിച്ചാലുടൻ വന്നിടും ആപത്തും ആയുർവിനാശവും. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ വൃന്ദാരകന്മാരെ ദേഷിച്ചതും ബലാൽ. നന്ദനോദ്യാനമടിച്ചതും കേട്ടു ഞാൻ എത്രയും കശ്മൽ വൈശ്രണാനുജന ഉത്തമനെല്ലാം ദശാനനെന്നൊട്ടുമേ. നാട്ടാരി വണ്ണം പറയുന്ന വാക്കുകൾ കേട്ടാൽ എനിക്ക് പൊറുകരുതൊട്ടുമേ. ധർമ്മസ്ഥിതി പിഴയാതെ ശുഭങ്ങളാം കർമ്മങ്ങളും ചെയ്തിരുന്നു കൊള്ളേണമേ. പങ്ക്തിമുഖനെ വധിച്ചു കൊള്ളുവാൻ ഉടനെന്തു കഴിവെന്നു തങ്ങളിൽ മന്ത്രം തുടങ്ങിനാർ ദേവമുനീന്ദ്രന്മാർ. ചിന്തിച്ചു കൊള്ളുക നീയും ഇതൊക്കവേ ഞാനിങ്ങു ശങ്കര സൗഖ്യവും പ്രാപിച്ചു. ദീനങ്ങൾ തീർത്തിരിക്കുന്നതറിയണേ എന്നീ വണ്ണം ദൂതവാക്യങ്ങൾ കേട്ടുടൻ തന്നെ കൈ ഞെരിച്ചട്ടഹാസം ചെയ്തു. ചൊന്നാൻ പരിഹാസപൂർവകമെത്രയും നന്നഗ്രജൻ ചൊന്നതു കേവലം താൻ എത്രയും ധനവാൻ ഗുണവാനെന്നും ഞാൻ അതികശ്മലൻ ദുഷ്ടനെന്നും ഇഹ
ചൊന്നതു വന്നമില്ലൊരു സംശയം തന്നെ നന്മ കണ്ടോ പൊറുക്കാമല്ലോ. ആശാപതിത്വം ഗുഹ്യകേശത്വം ഈശസഖിത്യം നിരീശത്വവും തഥാ കിന്നരേശത്വവും യക്ഷാധിപത്യം പുണ്യജനത്വവും മറ്റും ഈ വണ്ടവും നാനാപ്രഭുത്വങ്ങളും അവ ചിന്തിച്ചു മാനിച്ചു തന്നെ മറ്റുള്ളവരെ നിന്ദിച്ചു. കോട്ടയിൽ ഉൾപ്പുക്കിരിക്കൊന്നു കൊള്ളുന്നതും കാട്ടി കൊടുക്കുന്നതുണ്ട് ഞാൻ വൈകാതെ. ക്രോധേന വാളുമെടുത്തു ദശാനനൻ ദൂതനെ വെട്ടി നുറുക്കിയിട്ടിടിനാൻ. ക്രോധേന വാളുമെടുത്തു ദശാനൻ ദൂതനെ വെട്ടി നുറുക്കിയിട്ടിടിനാൽ ദൂതനെ കൊന്നത് മൂലമിനിയൊരു ദൂതനാൽ വന്നിട്ടും ആപത്തു നിർണയം. മുമ്പിനാൽ അഗ്രജൻ തന്നെ ജയിക്കണം, മുമ്പരെ പിന്നെ ജയിക്കാമെന്നൊരുൻ വമ്പയോടും പുറപ്പെടാൻ നേരം വമ്പനായിടും ദശാസ്യൻ മഹാബലൻ. ഭൃഗ്വാദികൾക്ക് ദാനങ്ങളുടെ ദിഗ്ജയമായ മുഹൂർത്തമോർത്തുടൻ ദേവതാ പ്രീതിയും ചെയ്തു. സന്നദ്ധനായി ദേവതാരാധി മഹാരഥമേറിനാൻ. ഉത്തരദിക്ക് നോക്കി പ്രഥമം മഹാപ്രസ്ഥാനവും ദശപ്രക്തൻ തുടങ്ങിനാൽ. മാരീചനോട് സുഖസാരണന്മാരും വീരൻ മഹോദരനും മഹാപാർശ്വരും വൻപനാം ധൂമ്രാശുമിവരാറുപേർ മുൻപിൽ നടക്ക പെരും പടയോടുടൻ ചെന്നളകാപുരി കണ്ടണയും നേരം നിന്ന ധനേശ ദൂതന്മാരത് കണ്ടു. ചെന്നു ധനാധിപൻ തന്നോട് ചൊല്ലിനാൾ. കിന്നരാധീശ്വരനും പറഞ്ഞിരുന്നാൽ, നിങ്ങൾ അവരോട് എതിർത്ത് പോർ ചെയ്താലും അങ്ങു ഞാനും വരുന്നുണ്ട് യുദ്ധത്തിനായി എന്നത് കേട്ടൊരു യക്ഷമഹാബലം ചെന്നു രക്ഷോബലത്തോടെ എതിർത്തിയിടിനാൽ. യക്ഷരക്ഷോബലം തമ്മിൽ എതിർത്തപ്പോൾ പ്രക്ഷോഭമായത് ലോകത്രയം. തഥാ യക്ഷപ്രവരോടേറ്റ് രക്ഷോബലം നിൽക്കരുതാഞ്ഞു ഭയേന വാങ്ങിയിടിനാൽ. അപ്പോൾ അത് കണ്ട നേരം ദശാനബ്ദി പോലെ അലറിച്ചെന്നു പോർ ചെയ്താൻ. യക്ഷവീരന്മാർ ചുഴന്നു പോർ ചെയ്തു യക്ഷോവരനും കുറഞ്ഞതില്ലേതുമേ. ഉഗ്രൻ ദശാസനൻ ഗതിയുമായി ചെന്നുടൻ നിഗ്രഹിച്ചാൻ പല യക്ഷവീരന്മാരെ. ശൂരനായുള്ള രക്ഷനതു നേരം മാരീചനോട് കലഹം തുടങ്ങിനാൽ. തല്ലുകൊണ്ടൊഴിയിൽ വീണു മാരീചനുമല്ലൽ കൂടാ എഴുന്നേറ്റവനും തഥാ യക്ഷപ്രവരനെ ഒന്നടിച്ചിടിനാൽ. തൽക്ഷണേ തല്ലുകൊണ്ടോടിനാൽ യക്ഷനും ചെന്നളകാപുരി ഗോപുരം പുക്കിതു. സന്നദ്ധനായ അടുത്താൻ ദശവക്രനും തോരണമൂരി അടിച്ചാൻ അതു നേരം. കോരണാം ഭാസ്കരബാനു ദശാസ്യനെ പൗലസ്ത്യനു മധു കൊണ്ടു വീണീടിനാൽ. ആലസ്യവും തീർന്നാനവനും അനന്തരം ഒന്നിച്ചടിച്ചിടിനാൽ. ഭാസ്കര ഭാനുവെ നന്നായി പൊടിഞ്ഞു വീണീടിനാ മൊഴിയിൽ എന്നത് കണ്ടു ഭയത്തോടു മോടിനാർ നിന്ന യക്ഷന്മാരത് കണ്ട നേരം. മാണിചരനായ യക്ഷകുലാധിപൻ മനുവരൻ നിജസൈന്യമായുള്ളതിൽ 4000 പടയോടും അടുത്തതിൽ കൊല ചെയ്താൻ മഹോദരൻ. 1000 കൊല ചെയ്താൻ പ്രഹസ്തനും 2000 മുടക്കിനാൽ. മാരീചനുണ്ടായ കോപത്താൽ അടുത്തത് യക്ഷനും ധൂമ്രാശനും മുസലം കൊണ്ടെറിഞ്ഞതു. താമ്രാശായ മാണിചരണം നേരം ധൂമ്രാശകഥ കൊണ്ടടിച്ചിടിനാൽ. വന്മല വീണ പോലെ പതിച്ചാനവൻ. അപ്പോൾ അത് കണ്ടെടുത്താൻ ദശാനൻ കൽപ്പോട് വേലച്ചാൻ. മഹായക്ഷനും മാറിടത്തങ്കലേറ്റു ദശാനൻ ചീറിയെടുത്താൽ ഗതയും എടുത്തുടൻ. മാണിചരൻ തന്മ കൊടുത്തിടങ്കിൽ മനിയാം പങ്ക്തി മുഖനെറിഞ്ഞീണാൽ. പാർശ്വഗതമായി ചമഞ്ഞു മകുടവും പാർശ്വകിരീടൻ എന്നായത് നാമവും. ഘോരനായിടം ദശമുഖൻ തന്നോടും പോരെ ദാരുണ ചെയ്തു. യക്ഷനും പാരം തളർന്നൊടിച്ചീണാനം നേരം പോരിനടുത്താർ നിശാചര വീരൻ. തൽക്ഷണേ വൈശ്രവണൻ പുറപ്പെട്ടുടൻ രക്ഷോവരനോട് ഈ വണ്ണമുര ചെയ്താൻ. മുന്നം തപസ് ചെയ്താർ പലരും അവർ എന്നു യമാലയം തന്നിൽ മേവീടിനാർ. ദുർവാരമായ വരപ്രഭാവം കൊണ്ട് സർവജനത്തെ ഉപദ്രവിക്കായികടോ. ചെയ്ത ദുഷ്കർമ്മ ഫലങ്ങൾ അനേകം നാൾ കൈതവഹീനം അനുഭവിക്കായി വരും. ദേഹനാശം വരും മുമ്പേ ഒടുങ്ങും ഈ സാഹസാൽ ചെയ്ത തപസിൻ ഫലമെല്ലാം. ആഹാര നീഹാര നിദ്രാപരന്മാരായി മോഹവശകതന്മാരായ അനുദിനം
ദേഹധനാദികളെല്ലാം ഗതാഗതം ദഹിക്കെന്നുള്ളതേതുമറിയാതെ ധർമാധർമ്മങ്ങളും ചിന്തിയാതെ നിത്യം ദുർമര്യാദങ്ങൾ ചെയ്തു ജന്തുക്കളെ പീഡിപ്പിച്ചിടുന്ന ദുഷ്ടൻ നരകങ്ങളാടൽ കൈകൊണ്ടു ഭുജിക്കും ചിരകാലം. മൂഢനാം നിന്നോട് ചൊല്ലുന്ന ഞാനതിമൂഢനെന്നേ വരൂ കേൾക്ക ജളപ്രഭോ. ഘോരനാം നീ മതം കൊണ്ട് മതിച്ചൊരു കാരണമെന്നീ സാധുജനങ്ങളെ പാരമുപദ്രവിച്ചിടും നേരമൊരു കാര്യമല്ല നിനക്കുമത് മൂലം. മേലിൽ ആപത്തുകൾ ഘോരമായി വന്നിടും, മൂലവിനാശവും കൂടെ വരും ദൃഢം. ഇത്തം പറഞ്ഞു കഥയുമെടുത്തു സന്നദ്ധരായി ചെന്നണയുന്ന ധനേശ്വരൻ തന്നെ ധീരത കണ്ടു നിശാചരൻ നിന്നവർ പേടിച്ച് അകന്നാരതു നേരം. സത്വരൻ ചെന്നു നക്തഞ്ചരാധീശനെ ക്രുദ്ധനായൊന്നടിച്ചിടിനാൽ ധനാധീശ്വരൻ തല്ലുകൊണ്ടാശു വിറച്ചു ദശാനനും തുല്യനായി വന്നു പൊരുതാൻ. അതുനേരം കണ്ടു നിന്നോരു ദേവാദികളേറ്റവും കൊണ്ടാടി നാരദ രണ്ടു ജനത്തെയും. യക്ഷേഷനാഗ്നേയമസ്ത്രം പ്രയോഗിച്ചാൽ രക്ഷോപരൻ വരുണാസ്ത്രേണ മാറ്റിനാൽ പിന്നെ മായായുദ്ധമാശു ചെയ്യും നേരം. കിഞ്ഞരാധീശ്വരൻ തന്നെ മോഹിപ്പിച്ചാൻ പൗലസ്ത്യനും നിജബുദ്ധി മറന്നുടൻ ആലസ്യം ഉൾക്കൊണ്ടു വീണാൻ അവനിയിൽ. പത്മാദികളാ മുനികൾ തനതനെ കെൽപ്പോടെടുത്തു നന്ദനകാനെ വെച്ചു രക്ഷിച്ചുണർത്തിയിടിനാരന്നേരം. നിശ്വാസം ഉൾക്കൊണ്ടു നിന്നു ധനതിനും പുഷ്പകമായ വിമാനവും കൈകൊണ്ടു കർപ്പൂരാധീശ്വരനും നടന്നിടിനാൻ. കൈലാസോദ്ധാരണം. അഗ്രജൻ തന്നെ ജയിച്ചു ദശാനനം നിർഗമിച്ചിടിനാൽ പുഷ്പകത്തിന്മേലെ വന്നു ശരവണദേശമണഞ്ഞപ്പോൾ നന്നായുറച്ചിളകാഞ്ഞത് പുഷ്പകം എന്നതിൻ കാരണമെന്നു ദശാനനൻ ചിന്തിച്ചുഴന്നത് കണ്ടു മാരീചനും. ചൊന്നാൽ ധനധനന്നീ പുഷ്പകമന്യ ജനത്തെ വഹിക്കില്ലെന്നതോ മറ്റൊരു കാരണമുണ്ടാകയോ ഇതിൽ കുറ്റമെന്തോന്നു വിചാരിച്ചു കാരണം എന്നു പറഞ്ഞിരിക്കും നേരം തത്ര നന്ദീശ്വരനൊരു വാനരവേഷമായി ചെന്നുര ചെയ്താനുമാപതി ശങ്കരൻ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ നീലകണ്ഠൻ നൃത്തമാടും പ്രദേശമെല്ലാവർക്കും ഒരിക്കലും വന്നുകൂടായല്ലോ. എങ്കിൽ തിരികെ നീ വന്ന വഴിക്കിനി കാലേ ഗമിച്ചു കൊള്ളേണം യജോയതോചിതം. ധിക്കാരം ഉൾക്കൊണ്ട് തന്നെ മരിപ്പതി ഉൾക്കടാഹങ്കാരമോടു വരായിക നീ എന്നതു കേട്ടു ദശാസനും അന്നേരം എന്നോട് വന്നൊരു വാനരൻ ചൊന്നതു നന്നെന്ന ബഹാസവും ചെന്നവനെന്നലറിച്ചിരിച്ചിടിനാനേറ്റവും. നിന്ദിച്ചു ചൊന്നത് കേട്ട് കോപം പൂണ്ടു നിന്ദീശ്വരനും അവനോട് ചൊല്ലിനാർ, ഇപ്പോൾ വധിക്കുന്നതില്ല ഞാൻ എന്നുമേ പത്മോത്ഭവൻ തവ തന്നെ വരത്തിനാൽ വാനരൻ എന്നു നീ നിന്ദിച്ച കാരണം വാനരന്മാരാൽ വരും കുലനാശവും ദേവദിജേന്ദ്രന്മാരെ പീഡിപ്പിച്ച് കേവലമായൊരു വിനാശം വരികതേ എന്നു നന്ദീശ്വര ശാപമുണ്ടായതുമൊന്നും അറിഞ്ഞില്ല രാക്ഷസരാജനും. ശങ്കരനാകുന്ന ദേവനെന്നിങ്ങനെ ശങ്ക കൂടാതെ അടുത്താൻ ദശാനനം. നേർവഴിയേ മമ പോകരുതെങ്കിൽ നീ പോവതൊഴിച്ചു കൊന്നാതിനെന്നാകിലോ എന്നു പറഞ്ഞിളക്കിയിടിനാൽ കൈലാസമൊന്നു കുലുങ്ങിയ നേരം പരവശാൽ ചന്ദ്രചൂടാ അനുചരന്മാർ വിറച്ചിതു. ചന്ദ്രാനനയായ പാർവതി ദേവിയും ആടൽ പൂണ്ടോടെ വിയർത്തു ഭയം പൂണ്ട് ഗാഠമായ ആലിംഗനം ചെയ്തരുളിയിടിനാൾ. ലോകമാതാവ് പുണർന്നതു കണ്ടനുരാഗവചനായി ചിരിച്ചു മഹേശനും. ചാരുപാദാങ്കുഷ്ട മുന്നീക്കളിച്ചതു ഇളക്ക് നേരമുറച്ചിതു കൈലാസശൈലവും. കൈകേസി പുത്രം ശൈലമിളക്കിയ കൈകളിരുവതും പർവ്വതം തന്നെ കീഴായി ഞെരുക്കി ചമഞ്ഞതു കാരണം മൂഴിയും ആഴിയും ശൈലവനങ്ങളും.
കേഴുന്ന നാദങ്ങൾ കേട്ടു വിറച്ചിതു ലോകത്രയത്തിങ്കിലുള്ള ജനങ്ങളും. ശോകം കലർന്നു ഭയവിവശന്മാരായി ഹസ്തങ്ങളെയങ്ങു വീണയാക്കിക്കൊണ്ടു തത്രൈവ സാമഗാനം ചെയ്താനരദം. മൃത്യുഞ്ജയനെ ഭജിച്ചിടാൻ അതു നേരം ഭക്തിയും വർദ്ധിച്ചിതു ദശവക്ത്രനും. 1000 സംവത്സരം പുനരങ്ങനെ പോയതു കാലം ദശാസനതു കാലം. കാലാരി കാരുണ്യപൂർണ്ണ ചിത്തേന തൃക്കാലുമയച്ചരിക ചെന്നരുൾ ചെയ്തു. ഇത്ര ലോകത്തിങ്കൽ നിന്നെ കണക്കേ മറ്റിത്ര ബലവന്മാരായില്ലൊരുവരും. രാവം തുതീയം നിറഞ്ഞു ജഗത്രേ രാവണനതിനാൽ തവ നാമവും ചന്ദ്രഹാസം നിനക്കായുധവും തരാം. സന്തുഷ്ടനായൻ ഭവാനെക്കുറിച്ച് ഞാൻ ഇന്നു തുടങ്ങി ഭജിച്ചു കൊൾകെന്നെ നീ. എന്നാൽ നിനക്കില്ല അപജയമൊന്നുമേ വേണ്ട വിഷാദമനുസരിച്ചേനഹം. ഭക്തിയാ നമസ്കൃത്യ രാവണൻ അന്നേരം സത്വരം പുഷ്പകമേറി നടകൊണ്ടാൽ ക്ഷിപ്രം ഹിമവൽഗിരിവരനാനനെ സുപ്രീതി പൂണ്ടു വസിച്ചാൽ ദശാസനും. വേദവതി ശാപം. തത്രൈവ കണ്ട രാജവത്തിങ്കിൽ ഉത്തമനാകിയ കന്യക തന്നെയും ചിത്രഭാനുപ്രഭയോടും തപോധന വൃത്തിയോടും കണ്ടു ചൊന്നാൽ ദശാസ്യനും. സർവ സ്ത്രീവർഗവും കണ്ടാൽ വണങ്ങുന്ന സർവമനോഹരിയായ നീ ഇങ്ങനെ ദിവ്യഭോഗങ്ങൾ ഉപേക്ഷിച്ചു സമ്പൂർണ്ണ യൗവനവും വെറുതെ കളഞ്ഞാകുലാൽ സർവേന്ദ്രിയങ്ങളെയും ജയിച്ചത്രൈവ സർവദാ താപസിയായി വസിക്കുന്ന നിൻ ദുർവാഞ്ചിതമതമെന്നോട് ചൊല്ലുക. ഊർവശിയോ നീ തിലോത്തമയോ മറ്റു ശർവാണിയോ മഹാലക്ഷ്മിയോ ചൊല്ലൂ നീ. താതനാകുന്നതരമ്മയാകുന്നതാർ ചേതോഹരെ പറഞ്ഞിടും മടിയാതെ. പങ്ക്തി കണ്ടോക്തികളിങ്ങനെ കേട്ടൊരു ബന്ധൂരഗാത്രിയും മന്ദമുരൽ ചെയ്തു. വേദാധ്യയന പാരായണനായ അതിബോധവാനായ ബൃഹസ്പതി നന്ദനൻ നാംനാ കുശധ്വജനാം മുനി തന്നെ വാഗ്മയാകിയ പുത്രി ഞാൻ കേൾക്ക നീ. വേദജ്ഞന്മാരായ താപസന്മാർ മമ വേദവതി എന്നു നാമവും ചൊല്ലിനാർ. എന്നെ പരിഗ്രഹിച്ചിടുവാനായി കൊണ്ടുവന്നാർ പലരും. അപ്പോൾ മമതാതനും കന്യക തന്നെ തരികയില്ലെന്നാശു ചൊന്നതു കേട്ടടങ്ങിനാരേവരും. എന്നുടെ നന്ദന വല്ലഭനാകണം മാധവനെന്ന് ചിന്തിച്ചു കെടാഞ്ഞിതു. എന്നെ നൽകാഞ്ഞ മൂലം മമതാതനെ കൊന്നാൻ ചതിച്ചൊരു രാക്ഷസൻ ക്രുദ്ധനായി മാതാവ് താനും അപ്പോൾ മരിച്ചിടിനാൽ. മാധവനെ കുറിച്ചന്നു തുടങ്ങി ഞാൻ താതൻ നിനച്ചിതു സാധിച്ചു കൊള്ളുവാൻ. പീതാംബരൻ മമകാന്തനായിടണമെന്ന് കൽപ്പിച്ചു തപസ് ചെയ്യുന്നിതു നന്നായി വരിക പോയാലും ഭവാനെങ്കിൽ. ഉഗ്രമായി ചെയ്ത തപസ്സിനാലേ ജനമുഖ്യനായി വന്നു ഭവാനെന്നറിഞ്ഞു ഞാൻ. ഇത്തമാകർണ്യദശാനനും വിമാനത്തിങ്കൽ നിന്നുടൻ താഴെ തിറങ്ങിനാൽ ചൊല്ലിനാൽ വേദവതിയോടു രാവണില്ല സൗജന്യം നിനക്കു മനോഹരി. വല്ലഭേ കേൾ മമ കൈകളിലൊന്നോളമില്ല ബലമെടോ വിഷ്ണുവിനോർക്ക നീ. പോരും തപസ്സിന് നിന്നുടെ യൗവനം നാരീമണെ വെറുതെ കളിയായിക്കെടോ. വാക്യമേവം കേട്ട് ചൊല്ലിനാൽ താപസി യോഗ്യമല്ലാത്തതെന്നോട് ചൊല്ലായ നീ എന്നവൾ ചൊന്നത് കേട്ടു ദശാനനൻ ചെന്നു തലമുടി ചുറ്റിപ്പിടിച്ചതു വന്ന കോപത്താൽ പറഞ്ഞത് താപസി എന്നെ നീ തൊട്ടതോ കാരണം ഇന്നു ഞാൻ നിന്നെ വധിക്കുന്നത് നല്ലത് ചെയ്യിലോ. വന്നു പോമല്ലോ തപസ്സിനു നാശവും. ഇദ്ദേഹം ഇപ്പോൾ ഉപേക്ഷിച്ചിനിയൊരു സദൃദ്ധമായൊരു ഭൂപതിപുത്രിയായി വന്നു ജനിപ്പ അയോനിജയായുടൻ വന്നിടുമന്നു നിനക്കു മരണവും. എന്നെ കൊണ്ടേതും അനുഭവം കൂടാതെ വന്നു പോകേണം കുലനാശവും തവ. കന്യകാതാനും ഈ വണ്ണം ശപിച്ചുടൻ തന്നെ യോഗമഹാഗ്നിയിൽ ദേഹവും നന്നായി ദഹിപ്പിച്ചതെന്നു ധരിച്ചാലും ഇന്നും സീതാദേവിയായ അവളല്ലോ നാരായണനായത് ഭവാൻ നിർണയം കാരണം രാവണനാശത്തേനെന്നതും. മരുത്തുജയം.
പിന്നെ വിമാനോ മേരി ദശാനനൻ ചെന്നു മരുത്തന മന്നവൻ തന്നെ യാഗശാലാജിരെ ദേവകൾ നേരം വേഗാൽ മറിഞ്ഞതു വേഷപ്രച്ഛന്നരായി ഇന്ദ്രൻ മയൂരം മായാന്തകൻ കാകനായന്നമായി തന്നെ മറഞ്ഞു വരുണനും കിന്നരേശൻ കൃകലാസമായും തഥാ ഒന്നും ഇളകാതിരുന്നു മരുത്തനും അന്നേരമാശു പറഞ്ഞു ദശാസ്യനും ഒന്നുകിൽ എന്നോട് യുദ്ധം തുടങ്ങുക നന്നായി വണങ്ങുക പോർക്കരുതെങ്കിലും എന്നു ദശാസ്യൻ പറഞ്ഞത് കേട്ടത് മന്നവനായ മരുത്തനും ചൊല്ലിനാൽ എന്തു പറഞ്ഞതോ ചാബല്യ വാക്കുകൾ അന്തകൻ വന്നിട്ടു പോകണമെന്നതോ ചൊല്ലു നീ ആരെന്നും എന്നോട് വൈകാതെ ചൊല്ലിനാനുത്തരം അപ്പോൾ ദശാസ്യനും എന്നോട് പേടി കൂടാതെ ഒരുത്തനും മന്നവരാരുമേ ചൊന്നവരില്ല കേൾ രാക്ഷസ രാജാവ് വൈശ്രവണ അനുജൻ കേൾക്ക പൗലസ്ത്യതനയൻ ദശാനനൻ വിഗ്രഹം എത്രയും ഘോരമായി ചെയ്തട വ്യഗ്രജൻ തന്നെ ജയിച്ചേനറിക നീ പുഷ്പകമായ വിമാനം അവനോട് കെൽപ്പോടെ യുദ്ധേ പറിച്ചുകൊണ്ടേനഹം ഇത്തമാകർന്നെ ചിരിച്ചു മരുത്തനും എത്രയും നല്ല ധർമ്മിഷ്ഠനല്ലോ ഭവാൻ താതനു തന്നെ സമാനനാകും ജ്യേഷ്ഠഭ്രാതാവിനെ ജയിച്ചോരു നീ നിർമ്മലൻ ദുഷ്ടന നിന്നെ വധിച്ചു രക്ഷിക്കണം ശിഷ്ടജനങ്ങളില്ല കില്ലേതുമേ ഇത്തം പറഞ്ഞു നടന്നു നരേന്ദ്രനോടുത്തമനായ സംവർത്തനം ചൊല്ലിയാൽ യാഗവൻ തന്നോട് ദീക്ഷിച്ചാൽ എന്നിയോരാകാംക്ഷ മറ്റൊന്നിലുണ്ടാകരുതല്ലോ പിന്നെ മഹേശ്വര സത്രവിച്ഛേദനവും വന്നിടരുതുമോർത്തു കൊള്ളേണമേ യുദ്ധേ ജയാജവും അറിവാൻ പണി സത്രം കഴിഞ്ഞൊഴിഞ്ഞൊന്നു മരുതല്ലോ ഇത്തം ബൃഹസ്പതി സോദരന മുനിസത്തമനായ സംവർത്തൻ പറഞ്ഞപ്പോൾ ആചാര്യശാസനം കേട്ടു മരുത്തനു ആചരിച്ചാനത് കണ്ടു ദശാനൻ രാത്രിഞ്ചര ബലത്തോടും നടകൊണ്ടാനാർത്തു വിളിച്ചു വിജയഭാവത്തോടും രാവണൻ പോയതറിഞ്ഞു ഭയം തീർന്നു ദേവകളും മകശാലിയിൽ മേവിനാർ ഇന്ദ്രൻ വിളച്ചു ചൊന്നാൽ മയൂരത്തോട് സുന്ദരമാക നിങ്ങൾക്കു ശരീരവും പീലികൾ തോറും എന്നെ കണക്കെ നല്ല നീലനേത്രങ്ങളും ഉണ്ടാകുകയും വേണം ഭൂമിയിൽ ഞാൻ വർഷിക്കുന്ന നേരമാമോദമുണ്ടായി വരിക നിങ്ങൾക്കെല്ലാം കാകവൃന്ദങ്ങൾക്കും കാലൻ വരം നൽകി രോഗങ്ങൾ കൊണ്ടും വയസ്സു പൂക്കും നിങ്ങൾ ചകായി കൊരുത്തൻ കൊല്ലാതെ ഒരിക്കലും മൽപുരം പുക്കുവാടും ജനങ്ങൾക്കെല്ലാം ക്ഷുൽഭിഭാസാദികൾ തീരുവാൻ മാനുഷർ ഇച്ഛയാ നിൽക്കുന്ന പിണ്ടതന്നോച്ഛിഷ്ടമൊക്കവെ നിങ്ങൾ ഭുജിക്കുന്ന നേരത്ത് തൃപ്തി വരിക അവർക്കെന്നു കൃതാന്തവും സുപ്രമോദേന കൊടുത്താൻ വരങ്ങളും അന്നങ്ങളോട് വരുണനും ചൊല്ലിനാൽ വർണ്ണം വെളുത്തു ജലാശാന്തെ നിങ്ങൾ പങ്കജനാളസൂത്രങ്ങളും ഭക്ഷിച്ചു സങ്കടമെന്നീ വാണുകൊണ്ടിടുവിൻ കിന്നരേശൻ കൃകലാസഗണത്തിന് കിന്നത കൈവിട്ടു നൽകിയിടിനാൻ വരം പൊന്മയമാമകുടം മൂർധനെ ചേർത്ത് കൊണ്ടുന്നതന്മാരായി വസിച്ചിടുവിൻ നിങ്ങൾ ഇത്തം വരങ്ങളും നൽകി ഹവിർഭാഗം തൃപ്തി അമ്മാറ് ഭുജിച്ചു സുരഗണം ചെന്നു സുരലോകവും പൊക്കുമേവിനാർ പിന്നെ മകവര ദക്ഷിണയും ചെയ്തു മന്നവനായ മരുത്തൻ മരുവിനാർ ഓരോ നൃപതി വീരന്മാർ വിഷയങ്ങൾ തോറും അണഞ്ഞു പറഞ്ഞതു രാവണൻ യുദ്ധത്തിനാശു പുറപ്പെടുവിൻ പക്ഷേ സത്വരം വന്നു വടവില്ലല്ലായെങ്കിലും ഇത്തരം രാവണൻ തന്നെ വാക്കു കേട്ട് ഉത്തമന്മാരായ ഭൂപതി വീരന്മാർ ഗാദി സുരതൻ പുരൂരവാവും മഹാനീതിമാനായ ദുഷ്കന്താദികളെല്ലാം അംബോജോത്ഭവന്തൻ വരപ്രഭാവം പാർത്തു നിർജിതന്മാർ ഞങ്ങൾ എന്ന് ചൊല്ലിയിടിനാർ വന്നാൻ ഇവിടെ കുപിന്നദശാനൻ
അന്ന് അയോധ്യാധിപ നാമൻ അരണ്യനോടുദ്ധനാം ദശഭക്തരും അന്നേരം യുദ്ധത്തിനാ വിളിച്ചാനരണ്യനെ ബദരോഷേണ പുറപ്പെട്ട് ഭൂപനും ചിത്രമമ്മാറു കലഹിച്ച നേരത്ത് നക്തഞ്ജരേത്രൻ ചതുരംഗസേനയെ മൃത്യുപുരത്തീനേച്ചാൻ അതു നേരം. സൈന്യനാശം കണ്ട നേരത്തെ ഭൂപനും മാന്യനം രാവണനോട് എതിർത്തിയിടിനാൽ അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചിരുവരും എത്രയും ഘോരമായി വന്നിതു യുദ്ധവും. തദ്ദശയാം ദശകണ്ഠൻ ഗത കൊണ്ട് വിദ്രുതം ചെന്നടിച്ചിടിനാർ ഭൂപനെ. താടനമേറ്റു തളർന്നു നരാധിപൻ പിടയോടും ശപിച്ചാനാശരേശനെ. മൃത്യു വരുമെനിക്കിപ്പോൾ നിശാചരസത്തമനാം നിനക്കില്ലതിനാൽ ജയം. മിത്രവംശത്തിൽ ദശരഥ ഭൂപന് പുത്രനായി രാമനെന്നുണ്ടാമരവുമാൻ നിന്നുടെ വംശമശേഷം ഒടുക്കിയിടും മന്നവ. നിന്നിതു ചെയ്യുക നിമിത്തമായി എന്നു ശപിച്ചിന്ദ്രലോകവും പൊക്കിതു മന്നവനാമ അരണ്യമഹീപതി. ഇത്തമക്കസ്ത്യോക്തി കേട്ടു രഘുത്തമൻ ചിത്തമോദേന ചോദിച്ചരുളിയിടിനാൾ. അക്കാലമുള്ള രാജാക്കൾ കുരുവർക്കും അഗ്രേ ദശഗ്രീവനോട് യുദ്ധത്തിൽ നിൽക്കരുതായി വരാൻ എന്തൊരു കാരണം? പൃഥ്വിപതികൾക്കു ശക്തിയില്ലാകയോ നക്തഞ്ജരേന്ദ്ര ശക്തി പെരുക്കയോ? കുംഭോത്ഭവനത് കേട്ടു ചിരിച്ചുടക്കി നമ്പോജലോചനോട് അരുളി ചെയ്താൻ. എങ്കിലോ കേൾക്ക നീ പങ്കജലോചന, ഹുങ്കാരം ഉൾക്കൊണ്ടു ലങ്കേശ്വരൻ തഥാ സങ്കടം ദേവാദികൾക്ക് ചേർന്നുള്ളിലാതങ്കം. മുനിവരന്മാർക്കും വളർത്തുടൻ ചെന്ന് പുക്കേടിനാൽ മാഹിഷ്മതിപുരം തന്നിലവിടെ കൃതവീരനന്ദനൻ നിർമ്മച്ചയാ നിജ നാരീജനവുമായി നിർമ്മതയിലങ്കമാറു പോയിടിനാൽ. അപ്പോ ദശാസനനുചരന്മാരോടും പുഷ്പകത്തിന്മേലെ സഞ്ചരിക്കും വിധോ ബന്ധൂര കാരണ ശോഭിതമാകിന വിദ്യാജലം കണ്ട നേരം കുതൂഹലാൽ നിർമ്മലവാരി നിറഞ്ഞൊഴുകിയിടുന്ന നർമ്മദയാകുന്ന പുണ്യനദി കണ്ടു. തീരദേശേ തത്ര വിശ്രമിച്ചിടുവാൻ വീരൻ അനുചരന്മാരോട് ചൊല്ലിനാൽ. ഓരോ നൃപവരനോട് പോർ ചെയ്തു പാരമുള്ളാലസ്യമാശു തീർത്തിയിടുവാൻ. സ്വർണ്ണനദിയോടോ സമാനയാം നർമ്മദ തന്നിലിറങ്ങി കുളിപ്പിച്ചെല്ലാവരും. ഞാനും ഇവിടെ കുളിച്ചു. നിയമങ്ങൾ ഉനം വരാതെ കഴിക്കുന്നതുണ്ടല്ലോ. മധ്യാഹ്നമായതു കാലം ഇപ്പോൾ നിമൃത്യുഞ്ജാർച്ചനയും കഴിച്ചീഴിനവൻ എന്നതു കേട്ടു കുളിച്ചു നിശാചരൻ ചന്ദന പുഷ്പാദികൾ ഒരുക്കിയിടിനാർ. ഉത്തമമായ ശിവലിംഗം എത്രയും വിസ്തൃത വാലുകാകൽപിത വേദിയിൽ വെച്ചു മണിപീഠ മൂർധനി ശിവലിംഗ നാമ അർച്ചനാർത്ഥം വെച്ച അഭിഷേകപൂർവകം ആചാര്യവാക്യോപദേശ മാർഗേണതൽ പൂജാവിധാനേന ചെയ്തു ശിവാർച്ചനം. ഭക്ത്യാ നമസ്കൃത്യ നൃത്തവുമാടി നിന്നത്യന്ത ശുദ്ധനായി സ്തുത്യാ പലതരം നിത്യായ നിർബലാനന്ദായ രുദ്രായ മൃത്യുഞ്ജയായ ഭൂതേശായ തേ നമഃ. ഞാനും ആചാര്യനും ഈശനും ഒന്നായി മാനസേ തോന്നി വരുന്നതു മാമകേ. ഇങ്ങനെ വന്ദിച്ചിരിക്കുന്നതിന്മേദ്യേ പൊങ്ങി വരുന്നത് കാണായത് ജലം പീഠവും വാളും ശിവലിംഗവും എല്ലാം കൂടെ മറിഞ്ഞഭിഷിക്തമായി വന്നിതു. കഷ്ടമാഹന്ത കഷ്ടം പുണ്യവാഹിനി പെട്ടെന്ന് പൊങ്ങിയതെന്തൊരു കാരണം? കീഴ്പോട്ടൊഴുകുന്നതോയമുണ്ടോ പണ്ടു മേൽപോട്ടൊഴുകുമാർ എത്രയും അത്ഭുതം. എങ്ങനെ മേൽപോട്ട് പൊങ്ങി ജലമെന്നു നിങ്ങൾ തിരിഞ്ഞറിഞ്ഞു വന്നിടുവിൻ എന്ന് സുഖസാരണന്മാരെ രാവണൻ ചെന്നറിവാൻ അയച്ചപ്പോൾ അവറുകളും കീഴ്പോട്ടരയോജന വഴി ചെല്ലുമ്പോൾ വായ്പോട് കണ്ടാരൊരു നരവീരനെ അർജുന ഭൂപതി നാരീജനവുമായി മജ്ജനം ചെയ്യുന്ന നേരം കളിച്ചവൻ
പഞ്ചശതദ്വയമാം കരം കൊണ്ടവൻ കിഞ്ചന കീഴ്പോട്ടയച്ചീലതു ജലം. അങ്ങനെ വാഹിനി വേഗേന മേൽപോട്ട് പൊങ്ങിയ കാരണമെന്നവർ ചൊല്ലിനാർ. കോപിച്ചതു കേട്ടു രാവണൻ എത്രയും താപത്തോട് പറഞ്ഞിടിനാൻ. അന്നേരം അർജുനനാകുന്ന ദേവനി വിശാൻ സജ്ജനാദ്വേഷകൻ കശ്മലൻ എത്രയും എങ്കിൽ അവനെ ജയിച്ചൊഴിഞ്ഞെന്നിയെ ലങ്കയ്ക്ക് പോകുന്നതില്ല ഞാൻ നിർണയം എന്നുര ചെയ്തു. മഹേശ്വര പൂജയും നന്നായി സമർപ്പിയാതെ ദശകന്ധരൻ ക്രുദ്ധനായി ചെന്നടുത്താർ. കൃത വീരപുത്രനോടെന്ന് യുദ്ധത്തിനായി രാവണൻ തീരദേശത്തെങ്കിൽ നിൽക്കുന്ന സാമന്ത വീരന്മാരോട് പറഞ്ഞു ദശാനനൻ. രാത്രിഞ്ചരേശ്വരനാകിയ രാവണൻ കാർത്യവീരർജുനോട് യുദ്ധത്തിനായി വന്നിതാ നിന്നു വിളിക്കുന്നതെന്നതും ചെന്നറിയിപ്പിൻ നൃപനോട് വൈകാതെ ഭൂപതി നമാത്യന്മാരത് കേട്ടു. സാവഹാസം പറഞ്ഞിനാരൻ നേരെ ബുദ്ധ സമയമറിഞ്ഞിഹ വന്നു നീ എത്രയും നന്നുചിതജ്ഞനല്ലോ ഭവാൻ. കേളി കലർന്നു നീരാടുന്നു നൃപൻ നാളെ അടക്കും തവ മതം നിർണയം. പാർത്തു കൂടാ നിനക്കെങ്കിലോ ഞങ്ങളെ ചീർത്ത മതത്തോട് കൊന്നാൽ നൃപവരൻ നിന്നോട് യുദ്ധത്തിനായി വരും പിന്നീടമെല്ലാം നിനക്കറിയായി വരും എന്നവർ ചൊന്ന നേരം പ്രഹസ്താദികൾ നിന്ന നൃപഭടന്മാരോട് പോർ ചെയ്താർ. യുദ്ധകോലാഹലം കേട്ട് നിർവാദിവൻ മുഗ്ധാക്ഷിമാരോട് സാദരം ചൊല്ലിനാർ. പിടികൂടാതെ കുളിച്ചു കരേറുവിൻ ആടൽ കൂടാതെ ഞാനും നിമിഷം വരാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം കായേന വാച മനസേന്ദ്രവ്യാ ബുദ്ധ്യാത്മനാ പ്രകൃതോ സ്വഭാവ കരോദ്യസ്യ സകലം പരസ്മൈ നാരായണേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്താം സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യ പൃഥ്വീ സസ്യശാലിനി ദേശോയം ശോഭരഹിതബ്രഹ്മണാ സന്തു നിർഭയം. സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി. സർവം ശ്രീരാമചന്ദ്ര പാദാരവിന്ദം സമർപ്പയാമി. ഹരിശരണം.